സ്ക്രീനിൽ കാണുമ്പോൾ കഥാപാത്രങ്ങളാണ്, നേരിട്ട് കാണുമ്പോൾ ഒരു പച്ചയായ മനുഷ്യനാണ്. അങ്ങനെ ആയിരിക്കണമല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് സ്വാസികമായിട്ട് അഭിനയിക്കുന്നത്. എനിക്ക് വലിയ ബഹുമാനം തോന്നിയ ഒരു ആക്ട്രസ്സാണ്. അവൾ എന്നോട് പറഞ്ഞു, തല്ലിക്ക് കേട്ടാ ഞാൻ അവളുടെ ബട്ടക്സിൽ അടിക്കണം. ശരിക്കും കൊടുത്ത പൊട്ടിയിലായിരുന്നോ? കൊണ്ടോ? അല്ല, അവൾ എന്നോട് പറഞ്ഞു ഞാൻ പേട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചതുരം പോലുള്ള സിനിമ ചെയ്ത് കഴിയുമ്പം അവർക്കൊരു അരോചകത്വം ഫീൽ ചെയ്യാറുണ്ടോ? എൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ചതുരമാണ്. ഒരുപക്ഷെ നടനല്ലായിരുന്നെങ്കിൽ ഒരു അച്ഛനായനെ, ഞാനൊരു ഗുണ്ടയായനെ. ഉറപ്പായിരുന്നു. നമ്മുടെ മറ്റേ അവാർഡിൻ്റെ ആ കേസേ, ഞാൻ ചേട്ടനോട് അങ്ങ് യോജിക്കുക കേട്ടോ. എന്തിനാണ് ഒരു സ്ത്രീ രൂപത്തെ നിതംബവും കാണിച്ച് പിന്നെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി എല്ലാ വർഷവും ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടൊരു ആൺപ്രതിഭ തന്നൂടാ? ഞാൻ എൻ്റെ അമ്മയുമായിട്ട്, മരിച്ചുപോയ എൻ്റെ അമ്മയുമായിട്ട് രാത്രിയിൽ സംസാരിക്കുന്ന ആളാണ്. സംസാരിച്ചിട്ടേ കിടക്കത്തുള്ളൂ? അല്ല, എന്നോടൊന്ന് സംസാരിക്കും രാത്രി ഉറക്കത്തിൽ. ഞാനും തിരിച്ച് സംസാരിക്കും. അപ്പോൾ അതിനെ വീട്ടിലുള്ളവർ വേറെ ഒരു രീതി കാണത്തില്ലേ? ഇവനെ നീ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത് എന്നൊരു... അതാണല്ലോ എന്നോട് ഭാര്യ ചോദിക്കുന്നത്. അതെ, ആരോടാണ് സംസാരിക്കുന്നത്? ഞാൻ എൻ്റെ അമ്മയോടെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ കാമുകിയോടാണല്ലോ സംസാരിച്ചത്. എനിക്ക് കാമുകിമാരുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട അഭിനേതാക്കളുണ്ട്. അവരോടൊക്കെ എനിക്ക് ചിലരോടൊക്കെ പ്രേമം തോന്നാറുണ്ട്. അതെന്തിനാണ് ഞാൻ മറച്ചു വയ്ക്കുന്നത്? എന്ത് സ്ത്രീ ശരീരത്തോട് ആയിക്കൂടെ? അതൊന്നും തെറ്റില്ല. തെറ്റൊന്നുമില്ലല്ലോ. എനിക്ക് ഫാമിലി ഉണ്ടെങ്കിലും പ്രണയം തോന്നി ഞാനത് പറയും. അതാണ് എൻ്റെ ക്യാരക്ടർ അല്ലേ? തോന്നണം. തോന്നിയിട്ടുണ്ടോ? മക്കളുണ്ടായതിനു ശേഷം തോന്നിയിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. വെറൈറ്റി മേഡ് ന്യൂ ചാറ്റ് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. മായാവനം എന്ന സിനിമയുടെ വിശേഷങ്ങളും എന്നോടൊപ്പം ഉള്ളത് മലയാളി മനസ്സുകളിൽ എന്നും ഇഷ്ടപ്പെടുകയും തനിക്കൊരു കഥാപാത്രം കൊടുത്താൽ അത് മലയാളികൾ കാണുമ്പോൾ എന്തോ ഇഷ്ടമാണ് ഈ വ്യക്തി എല്ലാവർക്കും. ഒരുപക്ഷെ ഒരു നെഗറ്റീവ് റോളുകൾ ചെയ്യുവാൻ, മലയാളി മനസ്സുകളിൽ ഇഷ്ടപ്പെടുവാൻ ഈ ഒരു കഥാപാത്രമല്ലാതെ മറ്റൊരു വ്യക്തി ഉണ്ടോ എന്ന് വരെ സംശയമാണ് നമുക്ക് മലയാളികൾക്ക്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അനുസരിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം സ്ക്രീനിൽ കാണുമ്പോൾ കഥാപാത്രങ്ങളാണ്, നേരിട്ട് കാണുമ്പോൾ ഒരു പച്ചയായ മനുഷ്യനാണ്. അങ്ങനെ ആയിരിക്കണമല്ലോ. അങ്ങനെ ആയിരിക്കണം. അതെ, കാരണം ഞാനൊരു കുറിപ്പിൽ കേട്ടിട്ടുണ്ട്, ഒരു കലാകാരൻ എന്ന വാക്കിന് പൂർണ്ണ അർത്ഥം കൊടുത്തത് അലൻ സീറചേട്ടനാണ്. നാടകങ്ങളിലൂടെ വന്നിട്ടുണ്ട് അല്ലേ? ഞാൻ അങ്ങനെ അർത്ഥമൊന്നും കൊടുത്തിട്ടില്ല. ഞങ്ങൾ കൊടുക്കും. ഞാനിപ്പോൾ അനർത്ഥം തേടി നടക്കുകയാണ്. നാടകത്തിലൂടെയാണ് അലൻ സീറചേട്ടൻ സിനിമയിലോട്ട് വരുന്നത്. അതെ അതെ. അപ്പം നാടകത്തിലൂടെ വന്ന ഒരു എക്സ്പീരിയൻസ് സിനിമയിൽ എത്രമാത്രം ഗുണം ചെയ്തിട്ടുണ്ട്? അതങ്ങനെ എനിക്ക് വിശദീകരിക്കാനൊന്നും പറ്റില്ല. പക്ഷേ നാടകത്തിൻ്റെ പാഠങ്ങളുണ്ട്. നാടകം പഠിപ്പിച്ച പാഠങ്ങൾ എന്ന് വെച്ചാൽ ജീവിതം പഠിക്കാനാണ് പറഞ്ഞത്. ആ പാഠങ്ങളാണ് നമ്മൾ മറ്റൊരു കഥാപാത്രമായിട്ട് വേഷം കെട്ടാൻ നമ്മളെ പ്രാപ്തനാക്കുന്നത്. അത് നാടകം നിന്ന് വലിയ പാഠമാണ്. ഇപ്പം മായാവനം സിനിമയിലോട്ട് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? എന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചു. എൻ്റെ കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചു. അദ്ദേഹം അത് പറഞ്ഞു. എനിക്കിഷ്ടമായി. വ്യത്യസ്തമായി ചെയ്യാൻ പറ്റുന്നൊരു, ഇതുവരെ ചെയ്ത് ശീലിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ചെയ്യാൻ പറ്റുന്നൊരു കഥാപാത്രമാണെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ മായാവനത്തിലെത്തുന്നത്. 3 കഥാപാത്രങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ടല്ലേ, വ്യത്യസ്തമായിട്ടുള്ള? അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത് ഞങ്ങൾക്ക് സസ്പെൻസ് ആയിട്ട് വെച്ചേക്കും അല്ലേ? ഈ അപ്പൻ എന്ന സിനിമയ്ക്ക് ശേഷമാണല്ലോ ഇതിലോട്ട് വരുന്നത് അല്ലേ? അതെ അതെ. അപ്പം അപ്പൻ എന്ന ആ ഒരു കഥാപാത്രം ഞങ്ങളെല്ലാം ഈ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ദേഷ്യം തോന്നും. ആ ദേഷ്യം അലൻ സീറചേട്ടനോടല്ല, ആ ഒരു കഥാപാത്രത്തോട്. അപ്പം അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവോ ഈ ഒരു ക്യാരക്ടർ ഈ സിനിമയിൽ? എന്തിനാ നിങ്ങൾ എന്നെ അപ്പനിൽ കിടത്തുന്ന പോലെ കിടത്തിക്കളയാ? അയ്യോ, ഒരിക്കലും ഇല്ല കേട്ടോ. അങ്ങനെ ഒരിക്കലും കിടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് വിലയിരുത്തൂ. അപ്പനാണോ മായാവനത്തിൽ എൻ്റെ കഥാപാത്രം? അത് വ്യത്യസ്തമാണ്, നമ്മൾ കാണുമ്പോൾ അറിയാം അല്ലേ? അതെ. ഈ അപ്പന് ചതുരം പോലുള്ള സിനിമകളിലോട്ടൊക്കെ ചേട്ടൻ വരുന്ന സമയത്ത് എല്ലാവരും ആ ഒരു ക്യാരക്ടർ എടുക്കാൻ പേടിക്കുന്നൊരു കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ഇത്ര സിമ്പിളായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത് എങ്ങനെയാ ചേട്ടാ? അല്ല, എല്ലാ കഥാപാത്രവും നമ്മൾ ചെയ്യണം. എല്ലാം നമ്മൾ സുന്ദരനായിട്ടും സുശീലനായിട്ടും നന്മയുള്ളവനായിട്ടും മാത്രം അഭിനയിച്ചാൽ പോരാ. നമ്മളിൽ തന്നെ നന്മയും തിന്മയും ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരിലും ഉണ്ട്. നമ്മുടെ പ്രകൃതിയിലുണ്ട്. പ്രകൃതി ശോഭിക്കും, പ്രകൃതി കരയും, കടലിരമ്പും, വെള്ളപ്പൊക്കം ഉണ്ടാവും. അതൊക്കെ കാണണം. അതൊക്കെ എല്ലാ മനുഷ്യരിലും ഉണ്ട്. എല്ലാ മനുഷ്യൻ്റെ പെരുമാറ്റങ്ങളും ചലനങ്ങളിലും ഉണ്ട്. അവൻ്റെ നോട്ടത്തിലുണ്ട്, അവൻ്റെ സംസാരത്തിലുണ്ട്, അവൻ്റെ പിന്നെ ശൈലികളിലുണ്ട്, ജീവിത ശൈലികളിലുണ്ട്, നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ട്, എല്ലാത്തിലുമുണ്ട്. ഇതൊക്കെ നമ്മൾ നിരീക്ഷിക്കുക എന്ന് പറയുന്നതാണ്. അത് വലിയൊരു നിരീക്ഷണമാണ് ചേട്ടൻ ചെയ്യുന്നത്. കാരണം നമ്മൾ ഞാൻ പക്ഷേ അപ്പൻ ചെയ്യുമ്പോൾ അപ്പനിലെ ആ അപ്പനല്ല എനിക്കുണ്ടായിരുന്നൊരു അപ്പൻ, സ്വന്തം അപ്പൻ. എൻ്റെ അപ്പൻ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ അങ്ങനെ ഒരു അപ്പനുമല്ല എൻ്റെ മക്കളുടെ ഇടയിൽ. അപ്പം നമ്മുടെ മലയാളികളുടെ ചോദ്യം എന്ന് പറയുന്നത്,
ചേട്ടനും ചേട്ടൻ്റെ അപ്പനും അങ്ങനെ ഒരു ക്യാരക്ടറെ അല്ല. അല്ല. പക്ഷെ അങ്ങനെ ഒരു ക്യാരക്ടറിനെ അങ്ങനെ ക്യാരക്ടറായിട്ട് ചെയ്തതിൻ്റെ റീസൺ എന്തോ, അല്ല എവിടുന്ന് കിട്ടി അങ്ങനെ ഒരു? അത് സംവിധായകൻ ഞാനുമായിട്ട് തർക്കം വരെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ആ സിനിമയിൽ. സർഗാത്മകമായ ക്രിയാത്മകമായ ചർച്ചകളാണ്. ഇങ്ങനൊരു അപ്പനുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ കഴിഞ്ഞതിന് ശേഷം, സിനിമ ഇറങ്ങിയതിന് ശേഷം സിനിമ കണ്ട പലരും എന്നോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അപ്പനോളം പറ്റില്ലെന്ന്. ഓ, അപ്പം ഓൾറെഡി വേറെ അപ്പന്മാർ ഇങ്ങനെ ഉണ്ട്. അത് നമുക്കത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പോൾ അതില്ലാതെ എൻ്റെ ഉള്ളിലും അങ്ങനെ ഒരു അപ്പൻ കാണും, അങ്ങനെ ഒരു ഇട്ടി ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ എനിക്കത് ചെയ്യാൻ പറ്റിയത്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു രോമാഞ്ചം കേട്ടോ, തരിച്ചങ്ങ് കയറുമായിരുന്നു. അതായത് ദേഷ്യമല്ലേ തോന്നിയത്? ദേഷ്യമാണ് തോന്നിയത്. പക്ഷെ അങ്ങനെ കണ്ടോ? ഇന്ന് രാവിലെ ഞാൻ ഈ ഇൻ്റർവ്യൂവിന് കാണുമ്പോഴേ നല്ല വ്യത്യാസമുണ്ട് ചേട്ടാ. അത് തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിൻ്റെ തമിഴ് അതിൻ്റെ ഒരു വ്യത്യാസം അല്ലേ. ഇനി അവിടെ നിന്ന് ചതുരത്തിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ സ്വാതികയെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ചേട്ടനെ വെറുക്കപ്പെടുകയും ചെയ്യുന്നു കഥാപാത്രത്തിൽ. അപ്പോൾ സ്വാതികമായിട്ടുള്ള ഒരു എങ്ങനെ ഉണ്ടായിരുന്ന അഭിനയ മുഹൂർത്തം? എനിക്ക് വലിയ ബഹുമാനം തോന്നിയ ഒരു ആക്ട്രസ്സാണ്. ഞാൻ ആദ്യമായിട്ടാണ് സ്വാസികയായിട്ട് അഭിനയിക്കുന്നത്. ഞാൻ അവരുടെ സിനിമകൾ അങ്ങനെ കണ്ടിട്ടുമില്ല, സീരിയലുകളും കണ്ടിട്ടില്ല. പക്ഷെ അവർ കാണിച്ചൊരു തൻ്റെടുണ്ട്, മറ്റൊരു നടിമാരും കാണിക്കാത്തൊരു പ്രൊഫഷണലിസം. എൻ്റെ തൊഴിലിൽ ഞാൻ എങ്ങനെയാണ് സത്യസന്ധത പുലർത്തേണ്ടത്, എന്ത് സമർപ്പണമാണ് നടത്തേണ്ടതെന്നാണ് എനിക്ക് അവർ എന്നോട് കാണിച്ചു തന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് എടുക്കുന്ന സീന് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു സീനായിരുന്നു. ബെഡ്റൂമിലുള്ള അല്ല, തട്ടുംപുറത്ത് ബാൽക്കണിയിലുള്ള. അപ്പം ഞാൻ ഈ സീന് വായിച്ചിട്ട് ഞാൻ സിദ്ധാർത്ഥനോട് ചോദിച്ചു, ഇത് തന്നെ ആദ്യം എടുക്കണം. അപ്പോഴാണ് സ്വാസികയുടെ എൻട്രി. സ്വാസിക ഒരു ഹാഫ് ഇതൊക്കെ ഇട്ടിട്ട് വന്നു. എന്താ ഡിസ്കഷൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്ക്രിപ്റ്റ് വായിച്ച് നോക്ക്, ഞങ്ങൾ ആദ്യമായിട്ട് അഭിനയിക്കുക ഒരുമിച്ച്. അപ്പോൾ സ്വാസിക പറഞ്ഞു, എന്താ ഇതിൽ പ്രശ്നം, നമുക്ക് തുടങ്ങാൻ ചേട്ടാ, കൂളായിട്ടങ്ങ് പറഞ്ഞല്ലേ. അവൾ തന്ന ഒരു കോൺഫിഡൻ്റ് ഉണ്ട്. ഞാൻ കംഫർട്ടല്ലായിരുന്നു വാസ്തവത്തിൽ. അങ്ങനെയാണ് ആ സീൻ ഷൂട്ട് ചെയ്തത്. അവൾ എന്നോട് പറഞ്ഞു, തല്ലിക്ക് ചേട്ടാ, ഞാൻ അവളുടെ ബട്ടക്സിൽ അടിക്കണം. ശരിക്കും കൊടുത്ത പൊട്ടിയിലായിരുന്നോ? കൊണ്ടോ? അല്ല, അവൾ എന്നോട് പറഞ്ഞു ഞാൻ പാഡ് വെച്ചിട്ടുണ്ടെന്ന്. ഒരു വിഷയത്തിൽ അടിച്ചോ അല്ലേ? അത്രേ ഉള്ളൂ. ആ പാഡിൻ്റെ അകലത്തിൽ നിന്നാണ് ഓരോ ആക്ടേഴ്സും വർക്ക് ചെയ്യുന്നത്. അല്ല, നിങ്ങൾക്ക് മാത്രമാണ്, നിങ്ങളത് രസിപ്പിക്കുകയും ദേഷ്യപ്പെടുത്തുകയും രസിപ്പിക്കുകയും സൂചിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. ഞങ്ങൾക്ക് ആ ഒരു സുഖം തോന്നിയിട്ടില്ല. അപ്പം ശരിക്കും ആൾ തന്നൊരു സപ്പോർട്ടാണ് ആ ഒരു സിനിമയുടെ വിജയം അല്ലേ? തീർച്ചയായിട്ടും, എല്ലാവരുടെയും. അത് സിദ്ധാർത്ഥായാലും സംവിധായകനായാലും സ്വാസികയായാലും കൂടെ അഭിനയിച്ച എല്ലാവരും. ഇപ്പം നല്ലൊരു ഫാമിലി ഉണ്ട് ചേട്ടന്. ഇങ്ങനെ ചതുരം പോലുള്ള സിനിമ ചെയ്ത് കഴിയുമ്പം അവർക്കൊരു അരോചകത്വം ഫീൽ ചെയ്യാറുണ്ടോ? എൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ചതുരമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ചതുരമാണ്. അതൊക്കെ അവർ തിയേറ്ററിൽ നിന്ന് കണ്ടു കഴിഞ്ഞുള്ള എക്സ്പീരിയൻസ് എന്തോ അവർ പറഞ്ഞേ? അല്ല, കൈ തന്നു എനിക്ക്. ഞങ്ങൾ ഒരുമിച്ചാണ് കണ്ടത്. എൻ്റെ മക്കൾ ഒരുമിച്ചിട്ടാണ് കണ്ടത്. എൻ്റെ മകനൊരു സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു അസോസിയേറ്റായി പ്രവർത്തിച്ച ഒരു സിനിമയിൽ, ഒരു വെബ് സീരീസിൽ ഞാനും കൂടെ അഭിനയിക്കുന്ന ഒരു നടിയും കൂടി ഉള്ള ബെഡ്റൂം സീനുണ്ട്. അവനാണ് ക്ലാപ്പ് അടിക്കുന്നത്. ഞാൻ നാണിച്ചാ തീർന്നില്ലേ? അതെ, സ്വന്തം മോൻ്റെ മുന്നിലല്ലേ? എൻ്റെ കഥാപാത്രം പോയില്ലേ, പിന്നെ ഞാനായി പോയില്ലേ? അപ്പോൾ എന്നോട് സംവിധായകൻ ചോദിച്ചു, ഞാൻ ആ വെബ് സീരീസ് ചെയ്ത ആൾ ചോദിച്ചു, മോനുണ്ട്, ഈ സീൻ എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു, എന്തിന്, എനിക്കൊരു പ്രശ്നമില്ല. ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നെങ്കിൽ ഞാൻ എത്ര പേരുടെ പ്രസവം എടുക്കേണ്ടി വരും? അതെ, അവിടെ മോനുണ്ട് ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ലല്ലോ. അത്രേ ഉള്ളൂ. ഞാനൊരു പുരോഹിതനായിരുന്നെങ്കിൽ എത്ര പേരുടെ കുമ്പസാരം കേൾക്കേണ്ടി വരും? എത്ര പാപങ്ങളാണ് ചെവിയിലേക്ക് വന്ന് കയറേണ്ടത്? ഞാനൊരു പുരോഹിതനാവാൻ പോയനാ, പ്രീസ്റ്റാവാൻ പോയനാ. ഒരുപക്ഷെ നടനല്ലായിരുന്നെങ്കിൽ ഒരു അച്ഛനായനെ, ഞാനൊരു ഗുണ്ടയായനെ. ഉറപ്പായിരുന്നു. ഇടിച്ചേനെ, വെടിവെച്ചനെ. ചേട്ടാ, ഇപ്പം ഇന്ന് തന്നെ ഇങ്ങനെ ഒരു സിനിമയുടെ ഇൻ്റർവ്യൂ വന്നപ്പം കുറേ ആളുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ സെലക്ട് ചെയ്തത് ചേട്ടനെ, വേറെ ഒന്നുമില്ല. എനിക്ക് എവിടെയൊക്കെയോ പലപ്പോഴും എന്നെ കുഴക്കാൻ വേണ്ടിയല്ലേ? ഒരിക്കലും അല്ല. എനിക്ക് എവിടെയൊക്കെയോ ഒരു പച്ചയായ മനുഷ്യനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പച്ചയായ മനുഷ്യനായിട്ട് ജീവിക്കണം. നിങ്ങളുടെ സ്വത്വം നിങ്ങൾ പ്രദർശിപ്പിക്കണം. നിങ്ങൾ ഒളിച്ചു കളിക്കേണ്ടല്ലോ, നിങ്ങൾ മേക്കപ്പിട്ട് നടക്കേണ്ടവനല്ല. നിങ്ങളെന്താണോ എന്ന് പറയണം. അത് പലരും പറയുന്നുണ്ട്, നിങ്ങളല്ലെന്ന്. ഞാനല്ല എന്ന് പറയുന്നിടത്തല്ല ഞാനാണെന്ന് പറയുന്നിടത്താണ് ഞാൻ. ഈ മുന്നിലിരിക്കുന്ന അലൻസീറാണോ? അലൻസീർ ആണ്. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. ഒരു സംശയം വേണ്ട. അത് ആരുടെ ആണേലും, ഏത് ദൈവം തമ്പുരാൻ്റെ അടുത്തും പറയും. എൻ്റെ അച്ഛൻ്റെ അടുത്ത് വരെ പറഞ്ഞിട്ടുണ്ട്. അടി കിട്ടിയിട്ടുണ്ടോ? അച്ഛൻ എന്നെ ഒരുപാട് തല്ലിയിട്ടാണ് ഞാൻ ഇങ്ങനെ നന്നായത്.
ഇപ്പം നമ്മുടെ ആർട്ടിസ്റ്റ് ബേബി ആ കരയുവാണോ? ഇല്ലല്ല, അത് ലൈറ്റ് അടിക്കുന്നതിൻ്റെ പ്രശ്നം. ആർട്ടിസ്റ്റ് ബേബി എന്നൊരു കഥാപാത്രം ചേട്ടൻ്റെ മുന്നോട്ടുള്ള സിനിമാ ജീവിതത്തിൽ എത്രമാത്രം ഗുണം ചെയ്തിട്ടുണ്ട്? ആ ആർട്ടിസ്റ്റ് ബേബിയെ സൃഷ്ടിച്ച പോത്തനോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്, ആ ശ്യാം പുഷ്കറിനോടും. അവർ എഴുതിയും സംവിധാനം ചെയ്തും എന്നിൽ നിന്നൊരു ആർട്ടിസ്റ്റ് ബേബിയെ പുറത്തു കൊണ്ടുവന്നു. ഞാനൊരു വെറും കല്ലാണെന്ന് വിചാരിക്കാം. ആ ആ കല്ല് കൊത്തണമെങ്കിൽ ഒരു ശില്പി വേണം. അതെ. പക്ഷേ ആ കല്ലിന് ബലം ഉണ്ടാക്കിക്കണം. അല്ലേ കൊത്തിയിട്ട് കാര്യമില്ല, അത് പൊളിഞ്ഞു പോകും. അത് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവരെന്നെ ഇങ്ങനെ കൊത്തിയെടുത്തത്. അതുകൊണ്ടാണ് മലയാളികൾ എന്നെ ഇപ്പോഴും എൻ്റെ പേര് പോലും അറിയാതെ ബേബിച്ചായ ബേബിച്ചായ എന്ന് വിളിക്കുന്നത്. ആർട്ടിസ്റ്റ് ബേബി എല്ലാ മലയാളികൾക്കും മനസ്സിൽ തറച്ചൊരു പേരാ ബേബി. ബേബിച്ചായ. എനിക്ക് എന്നെ ഇപ്പോഴും വിശ്വസിക്കുന്ന പലരും വിചാരിക്കുന്ന ഞാൻ തിരുവനന്തപുരത്തുകാരനല്ല, ഞാൻ ഇടുക്കി ഭാഗത്ത് ഇവിടെയുള്ള ഒരാളാണെന്നാണ്. അതൊരു നടന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. ഞാൻ ഏതോ ഒരു പ്രസ് മീറ്റിൽ ചേട്ടൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ സംസാരിച്ച കുഴപ്പമാണ്, ഞാൻ അങ്ങനെ അധികം സംസാരിക്കുന്നില്ല, നിങ്ങളെല്ലാം തന്നെ എന്നെ ഇട്ട് കൊടുക്കുമെന്ന്. ഈ പറയുന്നത് ഞങ്ങൾ ഉൾപ്പെടെ മീഡിയ. ശരിക്കും അങ്ങനെ ഒരു വാക്ക് പറയാൻ കാരണം എന്താണ്? ഒരുപാട് അനുഭവിച്ചതുണ്ട്. ഞാൻ പറയുന്നതല്ല വ്യാഖ്യാനിച്ചെടുക്കുന്നത്. ഞാൻ പറയുന്നതിൻ്റെ ധ്വനി നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല എന്ന് പറയുന്നു. ഞാൻ ഇപ്പോൾ അവസാനിപ്പിച്ച ഗോളം എന്ന് പറയുന്ന സിനിമ, അവിടെ ചെന്നപ്പോൾ ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഞാൻ അവരോട് ആരോടും മിണ്ടാൻ പോയില്ല. അത് നമ്മുടെ ആങ്കറും ഇപ്പം പറഞ്ഞു, ഒന്ന് ചിരിക്കാൻ പോലും നിന്നില്ല. പേടിയാ. പക്ഷെ അനുസരിച്ച് ചേട്ടാ, ഇതിപ്പോൾ എത്ര ഇനിയും ആൾക്കാർ എന്നെ തെറി വിളിച്ചാലും ഞാനും ഒരു പച്ചയ മനുഷ്യനായതുകൊണ്ട് ഞാൻ പറയുക, നമ്മുടെ മറ്റേ അവാർഡിൻ്റെ ആ കേസേ ഞാൻ ചേട്ടനോട് അങ്ങ് യോജിക്കുക കേട്ടോ. കാരണം വേറെ എത്രയോ രൂപങ്ങൾ നമുക്ക് കൊടുക്കാം. ചേട്ടൻ പറഞ്ഞത് പെൺരൂപം കൊടുക്കേണ്ട ആവശ്യമില്ല, അതും ഇങ്ങനെ നിൽക്കുന്നൊരു രൂപമാണോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയിട്ടില്ല. സ്ത്രീകളെ ഇങ്ങനെ കച്ചവട ചരക്കാക്കരുത് എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്തിനാണ് ഒരു സ്ത്രീ രൂപത്തെ നിതംബവും കാണിച്ച് പിന്നെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി എല്ലാ വർഷവും ഇത് കൊടുത്തുകൊണ്ടിരിക്കണം? എന്തുകൊണ്ടൊരു ആൺപ്രതിമ തന്നൂടാ? ആണുങ്ങളില്ല ഇവിടെ. അവിടെ ആണോ പെണ്ണൊന്നും അല്ലാതെ വേറെ കുറേ രൂപങ്ങൾ ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കും. നാളെ ഇത് കാണുന്നവർ എന്നെ പൊങ്കാലയിടാൻ വരും, എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ വാങ്ങിച്ചോ? അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഇല്ല ചേട്ടാ. ചേട്ടൻ ഞാൻ ഓപ്പണായിട്ട് പറയും, എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഞാനും ഇതുപോലെ തന്നെ പച്ചയ്ക്കങ്ങ് പറയും. ഞാൻ ചേട്ടനത് പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം, പക്ഷെ നമുക്ക് കാണാൻ ഒരു നിർവാഹമില്ല. ദൈവമായിട്ട് എന്നെ മുന്നിൽ കൊണ്ടിരുത്തി. അന്ന് പറയുന്ന സമയത്തെ കൂടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ കാണും, അല്ലെങ്കിൽ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണോ? പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത്രയൊക്കെ നെഗറ്റീവായിട്ട് വരുമെന്ന് ചിന്തിച്ചിരുന്നു എപ്പോഴെങ്കിലും? ഇല്ല, ഞാൻ സ്വാഭാവികമായി നിങ്ങളോട് സംസാരിക്കുന്ന പോലെ ഞാൻ വീട്ടിലേക്ക് അതിൻ്റെ ഒരു മകളെപ്പോലെ ഞാൻ കൊണ്ട് വീട്ടിൽ വെച്ചിരിക്കുകയാണ് ആ പ്രതിമയെ. അത്ര ബഹുമാനത്തോടെ ആദരവോടെ. അതെനിക്ക് കിട്ടിയൊരു അംഗീകാരമാണ്. അതിന് ഞാൻ തള്ളി പറഞ്ഞതല്ല. പക്ഷേ ആ ശില്പം മാത്രമാണ് എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് മാറ്റം വരുത്തണമെന്നേ ചേട്ടൻ പറഞ്ഞോളൂ. എല്ലാ കാലത്തും മാറ്റം വരണ്ടേ? പുതിയ സിനിമകൾ ഉണ്ടാവണ്ടേ? പുതിയ കവിതകൾ ഉണ്ടാവണ്ടേ? എല്ലാ പാഠവും 1+1=2 എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. കാലഘട്ടം മാറുമ്പോൾ നമ്മൾ മാറണം. അതിനനുസരിച്ച് പുതിയ ശില്പികളും പുതിയ കലാകാരന്മാരും പുതിയ കലാരൂപങ്ങളും ഉണ്ടാവണം. അങ്ങനെയല്ലേ കലയിലെ മാറ്റം ഉണ്ടാവും. അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത് ഞാൻ ആ പ്രതിമയും വാങ്ങിച്ച് മുഖ്യമന്ത്രിയോടൊന്ന് അത് സ്വീകരിക്കുമ്പോൾ മുഖ്യമന്ത്രിയോട് തന്നെ ഞാൻ പറഞ്ഞതാണ്, എൻ്റെ ഒറ്റ വോട്ട് കൊണ്ടോ അങ്ങയുടെ ഒറ്റ വോട്ട് കൊണ്ടോ അല്ല രണ്ടാം ഭരണം കിട്ടിയത്, നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അദ്ദേഹം ചിരിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങയുടെ ഒറ്റ തീരുമാനം കൊണ്ടല്ല എനിക്ക് ഈ പുരസ്കാരം കിട്ടിയത്, നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടും ജഡ്ജിമാർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അദ്ദേഹം അതേ നർമ്മത്തിൽ തന്നെ തിരിച്ചു പറഞ്ഞു. ആ നർമ്മം അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അടുത്ത വർഷം നല്ല നടൻ കിട്ടട്ടെ എന്ന്. അതും പറഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങി പോകുമ്പോഴാണ് സംഘാടകർ വന്നിട്ട് 2 വാക്ക് പറയണമെന്ന് പറഞ്ഞത്. ഞാനൊന്നും പ്രീ പ്ലാൻ ചെയ്തതല്ല. ഇതിന് നല്ല ഭാരമുണ്ട് ഈ പുരസ്കാരത്തിന്. അപ്പോൾ എനിക്ക് അന്നേരം തോന്നിയ സാധനം ഞാൻ സ്വാഭാവികമായി പറയേണ്ട രീതിയിൽ ഞാൻ സ്ഥിരമായി നർമ്മം ഉപയോഗിക്കുന്ന ഒരാളാണ്. പരസ്പരം കളിയാക്കുന്ന ആളാണ്, എന്നെ തന്നെ കളിയാക്കുന്ന ആളാണ്. അല്ല, ഈ സംസാരിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ആളൊരു ജാടയിട്ട് അല്ലെങ്കിൽ ഞാൻ ഒരു സിനിമ നടനാ പറയേണ്ട വാക്കുകൾ സൂക്ഷിച്ചേ പറയാവൂ എന്ന് സംസാരിക്കാനാണെങ്കിൽ അഭിനയിച്ച് തന്നെ നിൽക്കാറില്ല ലൈഫിൽ, അല്ലേ? ഇല്ല, ഞാൻ അഭിനയിക്കാറില്ല. ഞാൻ ആക്ഷനും കട്ടിനും ഇടയിൽ അഭിനയിക്കും. കട്ടൻ വീഴുന്നവരെ നാടകത്തിൽ അഭിനയിക്കും. അപ്പോൾ ഇത്രയും വിവാദമായ ഒരു കാര്യം
ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയുമോ അതോ മാറുമോ ഇനി? പറയും. ഞാൻ മാറിയ ഞാനല്ലല്ലോ. എന്നാലും ഒരു സിനിമ നടൻ ഇത്രയും സിമ്പിളാകാൻ എങ്ങനെ പറ്റുന്നു? അതാണ് എൻ്റെ ചോദ്യം. ഈ സിനിമ ഇത്രയും പൈസ കിട്ടുന്നുണ്ട്, ഒരു നടനാണ്, മലയാളികൾ അംഗീകരിച്ചൊരു വ്യക്തിയാണ്, പിന്നെ എന്തുകൊണ്ട് കുറച്ചേലും ജാട എടുത്തുകൂടാ? അലൻസിയർ എന്ന് പറയുന്നത് എന്തിനാണ് ജാട എടുക്കുന്നത്? എന്നോട് മമ്മൂക്ക തോപ്പിൽ ജോപ്പൻ കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചൊരു ഡയലോഗുണ്ട്, എങ്ങനെയുണ്ട് അലൻസിയർ സെലിബ്രിറ്റി ലൈഫ്? ഞാൻ പറഞ്ഞു, മമ്മൂക്ക, ഞാനിപ്പോഴും മണ്ണിലൂടെ നടക്കുന്ന ആളാണ്. ഞാൻ ആകാശത്ത് നക്ഷത്രങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ആളല്ല. എനിക്ക് ഈ മണ്ണിൻ്റെ ചൂടറിയാം, തണുപ്പറിയാം, കാറ്ററിയാം. അങ്ങനെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു താരജാട ഇല്ലാത്തതിൻ്റെ പിന്നിലൊരു കഥ കാണുമല്ലോ. താരമല്ല ഞാൻ. എന്നെ താരമൊന്നും വിളിക്കാം. താരമൊന്ന് വിളിക്കും, ഞങ്ങൾ വിളിക്കും. ഇല്ല, താരമല്ല. താരം തലകുത്തി നടക്കുന്നതാണ്. ആകാശത്ത് ഭൂമി അറിയാതെ താരം തലകുത്തി നടക്കുന്നതാണ്. ആകാശത്ത് നിന്ന് ഇങ്ങനെ തലകുത്തി അല്ല, സിനിമയിലെ താരമെന്നാണ് നമുക്ക് ക്രിസ്മസിന് എന്തുകൊണ്ടാണ് വീട്ടിൻ്റെ ഉള്ളിൽ വീട്ടിലൊക്കെ നക്ഷത്രം ഇടുന്നത്? അന്ന് താരം തറയിട്ട് വന്നിട്ടാണ്. താരം എന്ന് പറയുന്നത് നക്ഷത്രമാണല്ലോ. അതെ. അങ്ങനെ നക്ഷത്രങ്ങൾ എന്നെങ്കിലും താഴോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അഹങ്കരിച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു കാര്യമില്ല. അത് ആകെ ശവപ്പെട്ടി വരേ ഉള്ളൂ. മലയാള സിനിമ നിലനിൽപ്പുള്ള ഒരു മേഖലയാണോ? തീർച്ചയായിട്ടും. മലയാള സിനിമ മാത്രമല്ല, നാടകം നിലനിൽക്കും, സാഹിത്യം നിലനിൽക്കും, കവിതകൾ നിലനിൽക്കും, ചിത്രകലയും നിലനിൽക്കും. അതിനുള്ള ചങ്കുറപ്പുള്ള തലമുറയാണ് പുറകെ ഉള്ളതെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇപ്പം ചേട്ടന് കുറേ വർഷത്തെ എക്സ്പീരിയൻസ് സിനിമയിലുണ്ട്, പുതിയ കഴിവുള്ള ആളുകളും വരുന്നുണ്ട്. അപ്പോഴും നമ്മൾ ഈ ഫീൽഡ് ഔട്ട് ആകുക എന്ന് പറയുന്നൊരു വാക്കിനൊരു പ്രശസ്തി ഉണ്ടല്ലോ. അപ്പോഴും ചേട്ടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ഇപ്പോൾ പല സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ തന്നെ എൻ്റെ സിനിമകളാണ് പല തിയേറ്ററിലും പോയി പലപ്പോഴും കാണാറുള്ളത്. മറ്റു സിനിമകളൊന്നും ഞാൻ തിയേറ്ററിൽ പോയി അങ്ങനെ കാണുന്ന ഒരാളല്ല. ഞാൻ അഭിനയിച്ച സിനിമ കാണും, ഞാൻ പോയി കാണും. എന്തിനാണെന്നറിയോ? എന്നെ അപ്ഡേറ്റ് ചെയ്യാനാണ്. എങ്ങനെ മറ്റൊരു വേഷത്തിൽ നിന്ന് ഇപ്പുറത്ത് ചെയ്ത സിനിമയിൽ ഞാൻ വ്യത്യസ്തനായില്ല എന്നറിയാനാണ്. അപ്പം ചതുരം എന്നൊരു സിനിമ ചേട്ടൻ കണ്ടു, തിയേറ്ററിൽ പോയി. ഇനി അതിനെ ബെറ്റർ ആക്കാമെന്ന് ചേട്ടന് തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കേട്ടോ, ഞങ്ങൾക്ക് 100 അപ്ഡേഷൻ ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് ചേട്ടന് തോന്നിയിട്ടുണ്ട്? ഒന്നുകൂടി അത് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നവ്, ഇനി അതങ്ങനെ ചെയ്യും. അതിൽ കൂടുതൽ അത് ചെയ്യാൻ പറ്റും. ചേട്ടാ, ഇപ്പോൾ ഒരുപാട് സിനിമ ആളുകളോട് ബന്ധങ്ങളുണ്ട്. മമ്മൂക്കയായാലും ലാലേട്ടൻ എല്ലാവരും ബന്ധമുണ്ട്. ഇപ്പം ഒരു മുതിർന്ന ഒരു മലയാള സിനിമയിലെ ഒരു നടൻ എന്ന നിലയിൽ ആരെയും ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ പാഠം എന്ത് സിനിമയിലോട്ട് വന്ന സമയത്ത്? പാഠം അങ്ങനെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോഴും പഠിക്കുന്നു? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ കാണാൻ പോയി, നാടകം കാണാൻ പോയി കൊല്ലത്ത്. അവിടെ കണ്ട നാടകങ്ങൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മതിയാക്കാം എൻ്റെ അഭിനയം. ഇതിനേക്കാളും പിള്ളേരൊക്കെ കൊണ്ടുപോയിക്കോട്ടെ, പിള്ളേരുടെ കയ്യിൽ സുരക്ഷിതമാണ് നാടും നാടകവും, ഒരു സംശയമില്ല. അവരുടെ അഭിനയവും അവരുടെ ശൈലിയും അവരുടെ ശരീരത്തിൻ്റെ ഉപയോഗവും നാടകത്തിൻ്റെ വ്യത്യസ്തതയൊക്കെ കണ്ടപ്പോൾ നമ്മളൊക്കെ എത്രയോ പുറകിലാണ്. കഴിവുള്ള പിള്ളേരാ. ഒരു സംശയമില്ല. അവരുടെ കയ്യിൽ നാട് സുരക്ഷിതം എന്നാണ് എനിക്ക് തോന്നുന്നത്, കേരളത്തിലെങ്കിലും. ഈ നാടകത്തിൽ നിന്നൊക്കെ സിനിമയിലോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല? കാരണം നാടകത്തിൽ ഓവർ ആക്ടിങ് ആണോ? അല്ല, രണ്ട് മീഡിയമാണ്. ഒന്ന് നിങ്ങൾ ഒരു സ്റ്റേജിൻ്റെ മുമ്പിൽ നിന്നിട്ട് പെർഫോം ചെയ്യുന്നു, മറ്റൊന്ന് ലെൻസിൻ്റെ മുമ്പിലാണ്. ലെൻസ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ചലനങ്ങളും മാറും. ലെൻസിന് ആവശ്യമുള്ളത് നമ്മൾ കൊടുത്താൽ മതി. നിങ്ങളുടെ ഒരു നോട്ടം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചുവടുവെപ്പ് എന്ന് പറയുന്നത് ആ ലെൻസ് ആവശ്യപ്പെടുന്നതാണ്. അത് സംവിധായകൻ നിശ്ചയിക്കും. നാടകക്കാരൻ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ, കർട്ടൻ വലിച്ചു കഴിഞ്ഞാൽ നടനേ ഉള്ളൂ, നടൻ തീരുമാനിക്കും. അതാണല്ലേ. ഈ തോപ്പിൽ ജോപ്പൻ സിനിമയിൽ മമ്മൂക്കയായിട്ട് അഭിനയിച്ചപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ്, അല്ലെ ആ ഒരു കഥാപാത്രം എങ്ങനെയാണ് ഉൾക്കൊണ്ടത്? എനിക്ക് ആദ്യം അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ പറഞ്ഞു കേട്ട മനുഷ്യനല്ല കസബ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്. ശരിക്കും ചേട്ടൻ മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തി എല്ലാവരുടെയും ഒരു പേടി സ്വപ്നമാണോ ശരിക്കും? അതോ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു വ്യക്തിയല്ലേ? ഒരു വൈൻ ഗ്ലാസ്സാ എന്ന് വിചാരിച്ചോ? ഒരു വൈൻ ഗ്ലാസ്സാണ്. വൈൻ ഗ്ലാസ്. നേരത്തെ എന്നോട് ചോദിച്ച പോലെ നടന്മാർ വൈകാരികമല്ലേ? അദ്ദേഹം ഒളിച്ചു ചോദിക്കാറില്ല. അദ്ദേഹത്തിന് ദേഷ്യം തോന്നുമ്പോൾ അദ്ദേഹം ദേഷ്യം പ്രകടിപ്പിക്കും, അദ്ദേഹത്തിന് സന്തോഷം തോന്നുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കും. അതിലെന്താ തെറ്റ്? നമ്മളെല്ലാവരും അതൊക്കെ ചെയ്യാറില്ലേ? ചെയ്യും. അല്ല, ക്യാമറയ്ക്ക് മുന്നിൽ ഇടിച്ച് കാണിച്ചിട്ട് പുറമേ വേറെ ഒരു സ്വഭാവം എടുത്തിട്ട് കാര്യമില്ല. ഒരു കാര്യമില്ല. ഏറ്റവും കൂടുതൽ ഫാമിലിയോട് സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം, സിനിമ സെറ്റുകളിൽ സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം? സിനിമയിൽ നിന്ന് ഓടി വീട്ടിലെത്താനാണ് ഇഷ്ടം.
ഞാൻ ഇന്നലെ എൻ്റെ മകനെ ഡൽഹിയിലേക്ക് അയക്കുമ്പോൾ അവൻ ഡൽഹിയിൽ പഠിക്കുക. അവനെ യാത്രയാക്കാൻ പോയിട്ട് ഞാൻ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് അവൻ്റെ കൂടെ പോയാലോ എന്ന് വിചാരിച്ചാണ്. എനിക്ക് 15-ാം തീയതി അടുത്ത ഷൂട്ട് തുടങ്ങും. അതുവരെ അവൻ്റെ കൂടെ പോയി നിൽക്കുന്നാലോ എന്ന് ഞാൻ വിചാരിച്ചു. അവൻ ഒറ്റയ്ക്കാണല്ലോ അവിടെ പോകുന്നത് എന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ അമ്മയുമായിട്ട്, മരിച്ചുപോയ എൻ്റെ അമ്മയുമായിട്ട് രാത്രിയിൽ സംസാരിക്കുന്ന ആളാണ്. സംസാരിച്ചിട്ടേ കിടക്കത്തുള്ളൂ? അല്ല, എന്നോടൊന്ന് സംസാരിക്കും രാത്രി ഉറക്കത്തിൽ. ഞാനും തിരിച്ച് സംസാരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ഭാര്യ കേൾക്കുന്നുണ്ട്. അമ്മ പറയുന്ന അവൾ കേൾക്കുന്നില്ല. അമ്മ എന്നോടാണ് സംസാരിക്കുന്നത്. അതല്ലേ ഒരു മായാവനം? ഏതാണ് സത്യം, ഏത് മിഥ്യ? എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കും ആരോടാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയോടാണ് സംസാരിക്കുന്നത്, നിനക്കെന്താ പ്രശ്നം? എനിക്ക് ഉറങ്ങണം എന്ന് പറയും. അവൾ പറയും. അപ്പോൾ നമ്മൾ നിർത്തും. അപ്പോൾ അമ്മ മിണ്ടാതെ പോകും. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും അമ്മ വരും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്തും മായാവനമാണെന്ന് എനിക്കറിയില്ല. എന്തോ ആണെങ്കിലും ഒരു മായാവനമാണത്. ആണ്. ജീവിതകാലത്ത് അമ്മയും ഞാനുമായിട്ട് അത്ര സംസാരിച്ചിട്ടില്ല ജീവിച്ചിരുന്ന സമയത്ത്. അമ്മ മരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ വീട്ടിലുള്ളവർ വേറെ ഒരു രീതി കാണത്തില്ലേ? ഇവനെ നീ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത് എന്നൊരു ചിന്ത വരത്തില്ലേ? അതാണല്ലോ എന്നോട് ഭാര്യ ചോദിക്കുന്നത്. അതെ, ആരോടാണ് സംസാരിക്കുന്നത്? ഞാൻ എൻ്റെ അമ്മയോടെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ കാമുകിയോടാണല്ലോ സംസാരിച്ചത്. എനിക്ക് കാമുകിമാരുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എൻ്റെ കാമുകിമാരാണ്. ഓ, എനിക്ക് ഒരു നിമിഷം എൻ്റെ ചങ്കങ്ങ് പെട്ടെന്ന് എന്നോർത്ത് ഭാര്യയെ പറ്റി പറഞ്ഞിട്ട് എനിക്ക് കാമുകിമാരുണ്ട്. പുസ്തകങ്ങളുണ്ട്, സംഗീതമുണ്ട്, ഗസലുകളുണ്ട്. അത് എടുത്തു പറയോ കേട്ടോ, പുസ്തകങ്ങളാണ് അല്ലേ? അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട അഭിനേതാക്കളുണ്ട്. അവരോടൊക്കെ എനിക്ക് ചിലരോടൊക്കെ പ്രേമം തോന്നാറുണ്ട്. അതെന്തിനാണ് ഞാൻ മറച്ചു വയ്ക്കുന്നത്? പുസ്തകങ്ങളോടാണേ. എന്ത് സ്ത്രീ ശരീരത്തോട് ആയിക്കൂടെ? അതൊന്നും തെറ്റില്ല. തെറ്റൊന്നുമില്ലല്ലോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷണം ഉണ്ടാവുന്നിടത്ത് നമ്മൾ ഒരു പ്രേമം അന്വേഷിക്കും. അപ്പം ഞാൻ ചോദിക്കുന്നത്, എൻ്റെ ചേട്ടാ, ഈ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ഇത്രയും വെട്ടി തുറന്ന് പറയുമ്പം നാളെ ഒരു ഇത് സംഭവിക്കുന്നൊരു പേടിയില്ലേ? എന്തിനാ എന്നെ തൂക്കിക്കൊല്ലോ? അതില്ല കേട്ടോ. എത്ര കുമ്പസാര രഹസ്യങ്ങളാണ് പാതിരിമാർ ഒളിച്ചു വെച്ചിരിക്കുന്നത്. അതെ, എത്ര പേരുടെ പാപങ്ങൾ അവർ ചെവിയിൽ പോയി പറഞ്ഞു കൊടുക്കുന്നത്. അത് കേൾക്കുമ്പോൾ എപ്പോഴേലും അങ്ങനെ ഒരു കുമ്പസാരം കേൾക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ അച്ഛനാൻ പോയ ആളാണ്. പാതിരിയാവാൻ പട്ടത്തിന് പഠിക്കാൻ പോയ ആളാണ്. അന്ന് അച്ഛനായിരുന്നുണ്ടെങ്കിൽ ആ പാപങ്ങളെങ്കിലും കേൾക്കാമായിരുന്നു. ഇപ്പം പേരുദോഷം മാത്രമേ ഉള്ളൂ. അന്ന് അച്ചപ്പെട്ട നിർത്താൻ കാരണം എന്തുവാ? അത് എൻ്റെ മേഖല ഇതല്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ? അല്ല, അവിടെ ഭയങ്കര നിശബ്ദതയാണ്. സെമിനാരി ഭയങ്കര സൈലൻസ്. സ്ട്രിക്റ്റുമാണ്. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ള മുണ്ട് കൊടുക്കണം. ഞാൻ 8ാം ക്ലാസ്സിലാണ് സെമിനാരിൽ ജോയിൻ ചെയ്യാൻ പോയത്. അപ്പോൾ വെള്ള മുണ്ടെടുത്ത് വെള്ള ഷർട്ടിട്ട് ബാഗിലാണ് ഞാൻ 7ാം ക്ലാസ് വരെയും എൻ്റെ സ്കൂൾ പഠനകാലത്ത് സ്കൂളിൽ പോയിരുന്നത്. ഒരു തൊപ്പിയൊക്കെ വെച്ച് എൻ്റെ ഒരു അങ്കിളും ഉണ്ട് തന്നൊരു ജീൻസൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോയിരുന്നത്. ആ ജീൻസ് എനിക്ക് അന്ന് വെറുപ്പായിരുന്നു. കാരണം അതൊരു ചാക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ട്രെൻഡാ കേട്ടോ, അന്നത്തെ ചാക്ക് ഇന്ന് ട്രെൻഡാ. അത് ഇപ്പോഴും ഞാൻ ഇട്ടിരിക്കുക. അപ്പോൾ എനിക്കത് വേണ്ടെന്ന് പറഞ്ഞതാണ്. അങ്ങനെ എൻ്റെ അച്ഛൻ നിർബന്ധപൂർവ്വം എന്നെ ജീൻസ് ഇടിപ്പിച്ച് സ്കൂളിൽ തൊപ്പിയും വെച്ച് വിട്ട് ബാഗും തന്നു വിട്ട ആളാണ് ഞാൻ. ഞാൻ സെമിനാരിൽ ചെല്ലുമ്പോൾ വെള്ളമുണ്ട്, വെള്ള ഷർട്ട് ഇതിട്ടിട്ട് ബാഗില്ലാതെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ ചുമന്ന് അച്ചപ്പട്ടണത്തിലുള്ള കുട്ടികളുമായിട്ട് സെൻറ്റ് ജോസഫ് സ്കൂളിൽ പഠിക്കാൻ പോകണം. പോകുന്ന യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുമ്പിലൂടെയാണ്. അപ്പോൾ അവിടെ അന്ന് സത്രത്തിലൊരു രാത്രി എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ വെച്ചിട്ടുണ്ട്. മുമ്പേ പോകുന്ന ചേട്ടന്മാരൊക്കെ നോക്കുന്ന നമുക്ക് കാണാം ഈ ചിത്രത്തിലേക്ക്. അച്ചപ്പട്ടത്തിന് പഠിക്കാൻ പോകണം. നമ്മൾ നോക്കിക്കൂടാ. നമ്മൾ കുനിഞ്ഞ് തലതിരിച്ചു പോകണം. യൂണിവേഴ്സിറ്റി കോളേജ് നോക്കി നടക്കണം. നമുക്ക് നോക്കാൻ പറ്റത്തില്ല. ഇതെന്തോ ജീവിതം. അത് കഴിഞ്ഞിട്ട് അവിടെ സ്പൂണും ഫോർക്കും വെച്ച് ഭക്ഷണം കഴിക്കണം. എനിക്ക് 7ാം ക്ലാസ് വരെ എൻ്റെ അമ്മൂമ്മ എനിക്ക് ചോറ് ഉരുട്ടി തരുമായിരുന്നു. അത് വാരി കഴിച്ച് ശീലം നമുക്ക്. അതുള്ളൂ. സ്പൂണും ഫോർക്കും ഇങ്ങനെ തട്ടാൻ പാടില്ല, ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ അവിടെ ഒരു ജേക്കബ് ഏട്ടൻ എന്ന് പറഞ്ഞ് ഈ ഭക്ഷണം വിളമ്പുന്ന ചേട്ടനുണ്ട്. അയാൾ വന്ന് നമ്മുടെ ചെവിക്ക് പിടിക്കും. എന്തിനാണ് സൗണ്ട് കേൾപ്പിച്ചേ? ശബ്ദം കേൾപ്പിക്കാൻ പാടില്ല. ഇത് നിശബ്ദമായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. പക്ഷികൾ എത്രയോ ചലിച്ചു പോകുന്നുണ്ട്. പറവകൾ എത്ര കടന്നു പോകുന്നിടത്ത് കാറ്റ് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ വീശിപ്പോകുന്നതിൻ്റെ അതിൻ്റെ മധുരം, അതിൻ്റെ മണം. കാക്കകളുടെ എല്ലാവരുടെയും. എൻ്റെ വീട്ടിൽ സ്ഥിരം എന്നെ കാണാൻ വരുന്ന കാക്കകളുണ്ട്, തവളകളുണ്ട്. ഞാൻ അവിടെ ഒരു ബുദ്ധൻ്റെ ഒരു കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബുദ്ധനെ നടുക്കിരുത്തിയിട്ടുണ്ട്. അതിനകത്ത് കുറേ തവളകളുണ്ട്. രാവിലെ എന്നെ വന്ന് നിങ്ങൾ വിചാരിക്കുന്ന കോഴിയാണ് രാവിലെ എണീക്കുന്നത്, കോഴി കൂയിട്ടാണ് സൂര്യൻ ഉദിക്കുന്നത്. തെറ്റാ. അണ്ണാൻ ഉണർന്നിട്ട് സൂര്യൻ ഉദിക്കൂ.
അതെങ്ങനെ അറിയാൻ പറ്റും? എൻ്റെ ജനലിൽ വന്നിട്ട് ഒരു അണ്ണാൻ അടുത്ത മരത്തിൽ നിന്ന് ചാടി വന്നിട്ട് നീ ഇപ്പോഴും കിടന്ന് ഉറങ്ങുകയാണോ എന്ന് 4:30 മണിക്ക് ചോദിക്കും. അപ്പം ഞാൻ എണീക്കും. അവന് അണ്ണാന് വല്ല പൈസ കൊടുക്കുമോ വിളിക്കുന്നതിന്? ഏയ് അതില്ല. അത് അവൻ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകും. അവൻ വന്ന് വിളിക്കും. രാത്രി ഞാൻ എപ്പോഴെങ്കിലും ലേറ്റായി വന്നിരുന്നു ഇങ്ങനെ വീട്ടിൻ്റെ മുമ്പേ ബുത്തനെ നോക്കിയിരിക്കുമ്പോൾ ആ കുളത്തിൽ കിടന്നിട്ട് തവള പറയും, നമുക്ക് ഉറങ്ങാറായില്ലടാ. ചീത്തയും വിളിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഞാൻ തിരിച്ചു പറയും. അപ്പോൾ എൻ്റെ ഭാര്യയും മക്കളും ഉണരും. ഓ, ആളെത്തി എന്നൊരിത് കേൾക്കും. അപ്പോൾ അവർക്ക് മനസ്സിലായി ഭ്രാന്തായി. ഈ ഭ്രാന്തില്ലാത്തവൻ കലാകാരനല്ല. ഭ്രാന്ത് കുറച്ചൊക്കെ വേണം. നിങ്ങളൊരു അരാജകവാദി അല്ലെങ്കിൽ നിങ്ങൾ ആർട്ടിസ്റ്റ് അല്ല. ഈശ്വരനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ അൻസിയർ? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അമ്മൂമ്മ പണ്ട് പഠിപ്പിച്ചു എന്ന പ്രാർത്ഥനകൾ ചൊല്ലിയിട്ടാണ് ഞാൻ എണീക്കുന്നതും കുളിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും നന്ദി പറയുന്നത്. അത് ആർക്ക് വേണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നെ ശീലിപ്പിച്ചതുകൊണ്ടാവാം. അത് എൻ്റെ ശീലം കൊണ്ട് അത് ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ പള്ളിയിൽ പോകാത്ത ആളാണ്, കുമ്പസാരം കഴിക്കാത്ത ആളാണ്, കുർബാന എടുക്കാത്ത ആളാണ്. പക്ഷേ എടുക്കാത്തതിൽ കഥയുണ്ടോ? അത് എടുക്കാത്തതിന് അത് കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. പക്ഷേ പാപം ചെയ്തിട്ട് ഓരോരുത്തർ പോകുന്നു, തിരിച്ചു വരുന്നു, പിന്നെ അതിലെന്തോ സത്യമല്ലേ? അത് എം വിജയൻ മാഷ് പണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മദ്യശാലകൾ ഈ അമ്പലങ്ങളുടെയും പള്ളികളുടെയും ഇത്ര മീറ്റർ അകലത്ത് വയ്ക്കണം എന്ന് തീരുമാനിച്ചെന്ന് ചോദിച്ചാൽ ഒരു തുള്ളി മദ്യം കഴിക്കാത്ത എം വിജയൻ മാഷ് പറഞ്ഞ മറുപടിയാണ്. കാരണം മദ്യപാനി സത്യം പിടിച്ചു പറയും. ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന കള്ളന്മാരെയൊക്കെ അയാൾ ചൂണ്ടി പറയും, നീ കള്ളം പറഞ്ഞിട്ടല്ലടാ ഇവിടെ പോയി ഇപ്പോൾ കുമ്പസാരം കഴിഞ്ഞത്, നീ എല്ലാ സത്യവും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഇവിടെ നിന്നൊക്കെ ഇത് അത്രയും ദൂരത്തിലേക്ക് മാറ്റി വയ്ക്കാൻ പറഞ്ഞത്. ചില ആളുകളൊക്കെ നന്മമരക്കളിയാന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് ചില ആളുകൾ നന്മമരക്കളിയാന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? നന്മമരക്കളി എന്ന് ഉദ്ദേശിച്ചത് പുറമേ ഒരു സ്വഭാവം, പിന്നെ അഭിനയത്തിലൊരു സ്വഭാവം, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് എളിമ അഭിനയിക്കാൻ അറിഞ്ഞൂടാ. എളിമ അഭിനയിക്കാൻ അറിയില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ പറയും. അത് അഹങ്കാരമല്ല, അത് ഞാനാണ്. അത് എൻ്റെ അഹംബോധമാണ്. അല്ലാതെ അഹങ്കാരമായിട്ട് കാണണ്ട. ഞാൻ എളിമ അഭിനയിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയി. ചേട്ടാ ഇപ്പം പറഞ്ഞു, എനിക്ക് ഈ പ്രായമാണെങ്കിലും എനിക്ക് ഫാമിലി ഉണ്ടെങ്കിലും പ്രണയം തോന്നിയാൽ ഞാനത് പറയും. അതാണ് എൻ്റെ ക്യാരക്ടർ അല്ലേ? തോന്നണം. തോന്നിയിട്ടുണ്ടോ? ഇല്ല, മക്കളുണ്ടായതിനു ശേഷം തോന്നിയിട്ടില്ല. അവന്മാരൊക്കെ പ്രണയിച്ചോട്ടെ എന്ന് വിചാരിച്ച്. അതെ, എൻ്റെ കാലം കഴിഞ്ഞു. ഇപ്പം അൻസിയറിൻ്റെ മോനാ ഞാൻ പറയാ വച്ചാൽ എനിക്കൊരു പ്രണയമുണ്ട് എന്നൊരപ്പനോട് പറഞ്ഞ അൻസിയർ എന്ന് പറയുന്നൊരു അപ്പൻ എന്തു മറുപടി കൊടുക്കും? നീ വിളിച്ചോണ്ട് പാടാന്ന് പറയുമോ? ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ മക്കളോട്. ഒരു ക്രിസ്ത്യാനിയെ കെട്ടിക്കരുത്. ഒരു ക്രിസ്ത്യാനിയെ കല്യാണം കഴിക്കരുത്. വേറെ ആരെങ്കിലും കൊണ്ടുവന്നില്ലെങ്കിൽ നിന്നെയൊക്കെ ഞാൻ വീട്ടിൽ കയറ്റില്ല. അത് കട്ടായം പറഞ്ഞു. എന്തുകൊണ്ടാ? അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഇല്ല, കാരണം ഞാൻ ഒരു ക്രിസ്ത്യാനിയാ. അതാണ് ഞാൻ ചോദിച്ചേ. അല്ല, ക്രിസ്ത്യാനിക്ക് ഉണ്ടായിട്ടുള്ളതല്ല. അങ്ങനെ ക്രിസ്ത്യാനികളും മാത്രമായിട്ട് കല്യാണം കഴിച്ച് ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും ഇഷ്ടപ്പെടാം. നമ്മളൊരു മതേതര രാജ്യമാണ്. അതുപോലെ അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ ചില ഉൾഗ്രാമത്തിലുള്ള ചില ആളുകൾ അതിനെ സമ്മതിക്കത്തില്ല ചേട്ടാ. അതൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട്. ചേട്ടാ, പണ്ടത്തെ മലയാള സിനിമയും ഇപ്പോഴത്തെ മലയാള സിനിമയും തമ്മിലൊരു വ്യത്യാസം എന്തോ അൻസിയർ എന്ന് പറയുന്നൊരു വ്യക്തി കണ്ടത്? ഞാനിപ്പോൾ കുറേ സിനിമകൾ വീട്ടിലിരുന്ന് കാണുന്നുണ്ട്. അതിൽ പല കാൻ അവാർഡ് വാങ്ങിച്ചതും ഓസ്കാർ വാങ്ങിച്ചതും അങ്ങനെ കുറേ സിനിമകൾ കണ്ടു. തമിഴ് സിനിമകൾ കണ്ടു, കന്നഡ സിനിമകൾ കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു മൂന്ന് സിനിമകൾ ഒരു ദിവസം വീട്ടിലിരുന്ന് കാണും. 3 സിനിമകൾ? രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സിനിമയിലെ ഇന്നലെ കണ്ട മലയാള സിനിമ, ഈ സിനിമയിലെ മെനഞ്ഞാന്ന് ഞാൻ അഭിനയിച്ച സിനിമ എന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങി. ഒരു കോപ്പിയടി ഫീൽ ചെയ്തല്ലേ? പണ്ടങ്ങനെ ഇല്ലായിരുന്നു. പണ്ട് പാട്ടിലൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ സിനിമയിൽ ഒരു നമ്മുടെ അന്നത്തെ ജീവിതശൈലി അങ്ങനെയായിരുന്നു. അതെ, കുടുംബാന്തരീക്ഷമായിട്ട് ബന്ധപ്പെട്ട ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകളായിരുന്നു. ഇപ്പോൾ ആ ബന്ധങ്ങളൊക്കെ മാറിയില്ലേ? ആ ബന്ധങ്ങൾ മാറിയതുപോലെ തന്നെ സിനിമയിലും കലയിലും സംഭവിച്ചു. അതുകൊണ്ട് കോപ്പി അടിക്കാനും തുടങ്ങി. കണ്ടവൻ്റെ ഭാര്യ അടിച്ചുകൊണ്ട് പോകാമെന്ന് പറയുന്ന പോലെയുള്ള പരിപാടിയായി. ചേട്ടനിപ്പം പറയുകയുണ്ടായി, കൊല്ലത്ത് നാടകം കാണാൻ പോയി, പിള്ളേരുടെ നാടകം കണ്ടപ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷം തോന്നിയെന്ന് പറഞ്ഞു. കൊല്ലത്തിനൊരു പഴഞ്ചൊല്ലുണ്ട്, അത് ഞാൻ പറയണോ അൻസിയർ ചേട്ടൻ പറയണോ? കൊല്ലം കണ്ട ഇല്ലം വേണ്ട. ഇല്ലം വേണ്ട.
കൊല്ലത്ത് ഒരുപാട് നാടകക്കാരുണ്ട്, ആ ഒരുപാട് കഥാപ്രസംഗികരുണ്ട്. ആ കൊല്ലത്തിനൊരു വലിയ നാടക പാരമ്പര്യമുണ്ട്. പക്ഷേ കൊല്ലംകാരുടെ നാടകം കാണാനല്ല ഞാൻ പോയത്. നാടിൻ്റെ പല ഭാഗത്തു നിന്ന്, സ്റ്റേറ്റിൻ്റെ പല ഭാഗത്തു നിന്ന് കുട്ടികളുടെ നാടകം കാണാനാണ് പോയത്. കൊല്ലത്തെ നാടക സുഹൃത്തുക്കളാണോട് ഞാൻ പറഞ്ഞത്, കുട്ടികളുടെ നാടകം കണ്ട് നീയൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ. കണ്ടു പഠിക്കടാ. കൊല്ലം എന്ന സ്ഥലത്തെ പറ്റി പറയുമ്പം ഇഷ്ടമാണോ കൊല്ലം? കൊല്ലം ഇഷ്ടമാണ്. അപ്പം ചേട്ടാ, മായാവനം നല്ലൊരു വിജയമായി മാറട്ടെ. ഈ ഒരു പച്ചയായ മനുഷ്യൻ പോലെ തന്നെ മുന്നോട്ടും ജീവിക്കാൻ ഇടയാവട്ടെ. മായാവനത്തിൽ തന്നെ ജീവിക്കട്ടെ. മായാവനത്തിൽ തന്നെ ജീവിക്കട്ടെ. നിങ്ങൾ മായാവനത്തിൽ ജീവിച്ചോളൂ. അപ്പോൾ നമ്മളിത് കാണും, അഭിപ്രായം പറയും. കാണുന്ന പ്രേക്ഷകരോട് ഈ സിനിമയെ പറ്റി എന്താണ് പറയാനുള്ളത്? കണ്ടിട്ട് പ്രേക്ഷകർ പറയട്ടെ. അത്രയേ ഉള്ളൂ. ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്തിനി, പ്രേക്ഷകർ വിലയിരുത്തട്ടെ. അപ്പം മുന്നോട്ടുള്ള ജീവിതത്തിലും അഭിനയത്തിലും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.